ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. സമരം തുടരുന്ന തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ മാനേജ്മെന്റുകളുമായി UNA നടത്തിയ ചർച്ച പരാജയം. മിനിമം വേതനത്തിന്റെ കാര്യത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് മാനേജ്മെന്റുകൾ. ബിഷപ്പ് ഹൌസിന് മുൻപിലെ സമരം അവസാനിപ്പിക്കില്ലെന്ന് നഴ്സസ് അറിയിച്ചു. ADM വന്ന് ചർച്ച നടത്തിയിട്ടും നഴ്സസ് പിന്മാറാൻ തയ്യാറായില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ചർച്ച വീണ്ടും പരാജയപ്പെടുന്നു. അപ്പോഴും നഴ്സസ്മാർ വീണ്ടും സമരം തുടരുമെന്ന കാര്യം കൂടി അറിയിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായും ശ്രീനിധി, ചർച്ച പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം മാനേജ്മെന്റ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതൊരു മർക്കട മുഷ്ടിയാണ്, അല്ലെങ്കിൽ ഒരു എടുത്താൽ പൊങ്ങാത്ത ഒരു ഇരുമ്പുലക്ക എന്ന തരത്തിലേക്ക് അവർ മാറുന്നു എന്നാണ് നഴ്സുമാരുടെ ഒരു ആക്ഷേപമുള്ളത്. മറ്റ് ആശുപത്രികളെല്ലാം തന്നെ, അതായത് കേരളത്തിലെ മറ്റ് ആശുപത്രികളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ആ വേതന വർധനവ് നടപ്പാക്കിയിട്ടും ഇവർ ജൂബിലിയും അമലയും അത് നടപ്പാക്കുന്നില്ല. ഏതാണ്ട് 3 മാസക്കാലമായി തെരുവിലവർ സമരത്തിലായിരുന്നു. വിവിധ ഘട്ടങ്ങളിൽ അത് മാധ്യമങ്ങളിലൂടെ വാർത്തയായി വന്നാണ്. ആ ഒരു ഘട്ടത്തിലാണ് മന്ത്രി തലത്തിലൊക്കെയുള്ള ഇടപെടൽ വന്നത്. പക്ഷേ അപ്പോഴും ഒരു ഘട്ടത്തിൽ പോലും ഈ മാനേജ്മെന്റുകൾ, ജൂബിലി അമല, 2 മാനേജ്മെന്റുകളും വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. ഇന്നെന്തായാലും മാനേജ്മെന്റ് തല ചർച്ചയാണ് നടന്നത്. ആ ഒരു ചർച്ചയിൽ കൃത്യമായ രീതിയിൽ അവർ പറഞ്ഞു വെച്ചത് മന്ത്രി തലത്തിൽ, സർക്കാർ തലത്തിൽ ഒരു തീരുമാനം വരട്ടെ, എന്നിട്ട് മാറാമെന്നാണ്. പക്ഷേ ആ തീരുമാനത്തിന് കാത്തു നിൽക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് നഴ്സുമാർ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് അവർ മാർച്ച് ചെയ്യുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 100 കണക്കിന് നഴ്സുമാരുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. അവരൊരു കാരണവശാലും ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നൊരു നിലപാടിലേക്ക് അവർ മാറി നിൽക്കുന്നു. ഒരു ഭാഗത്ത് പോലീസുണ്ട്, ACPയും അതുപോലെ തന്നെ ADM അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് ചർച്ചയ്ക്ക് വന്നു. ജില്ലാ കളക്ടർ എന്തായാലും ഇതുവരെ ഇത്ര വലിയൊരു സമരം ഇവിടെ നടന്നിട്ടും ജില്ലാ കളക്ടർ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നതും നമ്മൾ കാണാതിരുന്നുകൂടാ. എന്തായാലും പോലീസ് ഒരു ഭാഗത്തുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു ആക്ഷനിലേക്ക് പോയാൽ തങ്ങൾ പ്രതിരോധിക്കുമെന്ന് നഴ്സുമാർ പറഞ്ഞു. സഹന സമരമാണെന്ന് നഴ്സുമാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ പോലീസ് റോഡിന്റെ ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. ആ ഒരു ഘട്ടത്തിൽ പോലും നഴ്സുമാർ പറഞ്ഞത് തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കട്ടെ, എന്നിട്ട് തങ്ങൾ മറ്റ് തലത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാം, ഒരു ചർച്ചയിലേക്ക് വീണ്ടും അവർ ഈ രാത്രിയെങ്കിൽ രാത്രി വരട്ടെ, നിലപാടുകൾ പരിഗണിക്കാമെന്ന് പറയട്ടെ എന്നാണ് നഴ്സുമാർ പറയുന്നത്. ഈ ഒരു സമരത്തെ കാണാതിരുന്നുകൂടാ. അതുകൊണ്ട് തന്നെ മുഴുവൻ അവരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ഇവിടെ തുടരുകയാണ്. ചേച്ചി, രാത്രിയും തുടരാൻ തന്നെയാണ് തീരുമാനം. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാവണ വരെ നമ്മളിവിടെ ഇരിക്കും. ബിഷപ്പ് ഹൗസ് ആണ് വിശ്വാസികളെ അത് ബാധിക്കുമെന്നുള്ള തരത്തിലൊക്കെയാണ് അവർ ഇത്തരത്തിൽ അതിനെ പ്രതിരോധിക്കുന്നത്. അതിനെങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കുക ഈ റോഡിലിരിക്കും? വിശ്വാസം പിതാവിനോടാണല്ലോ വിശ്വാസം, ദൈവത്തിനോടാണല്ലോ വിശ്വാസം. അതെല്ലാവർക്കും എന്തായാലും ഉണ്ട് വിശ്വാസം. അത് വേറെ ആരും ഒരു തരത്തിലും ബാധിക്കില്ല. എന്തായാലും തന്നെ ഇരിക്കാനാണ്. മഴ, ശക്തമായ മഴ മുന്നറിയിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കോട്ട അതിനൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങള് 100-105 ദിവസമായി ഇപ്പൊ സമരം തുടരുന്നു. ഇത്ര നാളും 3 മാസം ഞങ്ങൾ വെയിലത്താണ് ഇരുന്നതിന്. മഴയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇപ്പൊ കുടുംബാംഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ? എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? കാരണം ഇപ്പോൾ നിങ്ങളുടെ സമരം അവിടെ ചർച്ച പരാജയപ്പെട്ടു. അവർ മന്ത്രിതലത്തിലൊരു തീരുമാനം വരട്ടെ എന്നാണ് പറയുന്നത്. അതിനോട് യോജിക്കാൻ കഴിയുമോ? അതെ, ഇപ്പോൾ മന്ത്രിതലത്തിൽ തീരുമാനം പറയാം. ഇവർ പറഞ്ഞ ഈ മന്ത്രിമാർ തന്നെയാണ് മുന്നേ നമ്മൾ കണ്ടതും ഈ ചർച്ചയ്ക്ക് വരും ഉറപ്പാക്കും എന്നൊക്കെ പറഞ്ഞ ആ മീറ്റിങ്ങുകളൊക്കെ മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു വിശ്വാസമായിട്ട് പോവാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വീട്ടുകാരും കൂടെ വന്നിരിക്കുകയാണ്. അവർക്കും അതിനോട് പൊരുത്തപ്പെടാൻ. ചേട്ടാ, അപ്പോൾ ഈ കുട്ടികളടക്കമുള്ള ആളുകളാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ അല്ല, ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം മുന്നേ പ്ലാൻ ചെയ്തതല്ല. ഇന്ന് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ബിഷപ്പ്, ഞങ്ങളുടെ ചെയർമാൻ കൂടിയായ ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വെച്ച് അമല മാനേജ്മെൻറ്റും ജൂബിലി മാനേജ്മെൻറ്റും ഉൾപ്പെടെ ഒരു ചർച്ച വിളിച്ചിരുന്നു. ആ ചർച്ചയിൽ ഇത് പരിഹരിക്കപ്പെടുമെന്നുള്ള 100% വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഫാമിലികളൊക്കെ ഇവിടെ എത്തിച്ചേർന്നത്. ഇത് വിജയിച്ച് ഇന്ന് ഈ സമരത്തിനൊരു അവസാനം ഉണ്ടാകും, ആ ഒരു സന്തോഷത്തിൽ പങ്കാളികളാകാം എന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് നേരെ വിരുദ്ധമായിട്ട് ബിഷപ്പ് പറഞ്ഞത്, ഇവരാദ്യം തന്നെ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടിൽ ഒരു കുറച്ചും കൂടെ സൗഹാർദ്ദപരമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നാളെ തന്നെ ഇരു മാനേജ്മെൻറ്റ് പ്രതിനിധികളും യൂണിറ്റ് നേതൃത്വവും ആയിട്ട് നേരെ VD സതീശനെ പോയി കാണുന്നു. ആ സാറിനെയും അതുപോലെ തന്നെ മന്ത്രിതലത്തിലൊരു തീരുമാനം വേണമെന്നല്ലേ പറയുന്നത്? നിങ്ങൾ നിലവിലെ വേതന വ്യവസ്ഥ അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. മാനേജ്മെന്റ് പറയുന്നത് ഇതാണ്, ഇതുപോലെ തൊഴിൽ വകുപ്പിനെ നേരിട്ട് പോയി കണ്ടിട്ട് എത്രയും വേഗം മിനിമം വേതനം, പുതുക്കിയ മിനിമം വേതനം നടപ്പിലാക്കാനായിട്ടുള്ള ഇടപെടൽ ബിഷപ്പിൻ്റെ നേതൃത്വത്തിലുണ്ടാവും. അതുവരെ നിങ്ങൾ സമരം അവസാനിപ്പിക്കുക, എന്നിട്ട് എന്നാണോ ഇത് പ്രാവർത്തികത്തിൽ വരുന്നത് അന്ന് നമുക്കിത് തരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ ആവശ്യപ്പെട്ടു
അത് സാഹതാർഹമാണ്. നമുക്ക് ഒരു ഒരുമിച്ച് തന്നെ പോവാം. പക്ഷേ അതിനു മുമ്പ് ഇത് വേതന വ്യവസ്ഥ ഇപ്പം നിലവിൽ ഇരിക്കുന്ന മിനിമം വേതനം എന്ന് പറഞ്ഞാൽ നിലവിൽ ഏകദേശം 100 ദിവസമാണ് സമരം പിന്നിടുന്നത്. എന്നാൽ ഇന്ന് വിളിച്ചു ചേർത്ത ചർച്ചയിൽ ഏറെ പ്രതീക്ഷയോടെയാണ് അവർ കാത്തിരുന്നത്. എന്നാൽ ചർച്ച അവസാനിക്കുമ്പോൾ ചർച്ച തങ്ങളുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. ചർച്ച പൂർണ്ണ പരാജയമാകുന്നു. ഇന്നിതാ സമയം ഏറെ രാത്രിയായിട്ടും ഇപ്പോഴും നഴ്സുമാർ സമരം തുടരുകയാണ്. ശ്രീകുമാരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.